നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കാശ്മീരിൽ കരുനീക്കം. ജമ്മു കാശ്മീരിൽ BJP കടത്തിവെട്ടി മെഹ്ബൂബ മുഫ്തിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നീക്കമെന്ന അഭ്യൂഹം. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കാശ്മീരിൽ എത്തിയ സോണിയയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നും റിപ്പോർട്ട്. മുഖ്യമന്ത്രി പദത്തിലേക്ക് മെഹ്ബൂബയെ പിന്തുണച്ച് PDPയുമായി സഖ്യം തുടരുമെന്ന് BJP. പ്രസ്താവനകൾക്കപ്പുറം BJP ഇതുവരെ ഔദ്യോഗിക പിന്തുണ നൽകിയിട്ടില്ലാത്തതിനാൽ മെഹ്ബൂബയുടെ സ്ഥാനാരോഹണത്തിൽ തുടരുന്നത് അനിശ്ചിതത്വം. മുഫ്തിയുടെ വേർപാടിൽ ദുഃഖമറിയിച്ച് UPA അധ്യക്ഷ ഇന്നലെ മെഹ്ബൂബയുടെ വസതിയിൽ എത്തിയത് മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദിനും അംബിക സോണിക്കുമൊപ്പം. കോൺഗ്രസ് നീക്കത്തിന് തടയിടാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും കാശ്മീരിൽ. ജമ്മു കാശ്മീരിൽ PDP പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിലിരുന്നത് 2002 മുതൽ 2008 വരെ. സോണിയയുടെ ഇന്നലത്തെ സന്ദർശനം BJP സഖ്യത്തിലായ PDPയുടെ മനസ്സുമാറ്റാനെന്ന് സൂചന. മെഹ്ബൂബ കാത്തിരിക്കുന്നത് വിലപേശലിനെന്നും നിരീക്ഷകർ. പൊട്ടാത്ത നുണബോംബ്. പത്താൻകോട്ട് ഭീകരാക്രമണ കേസിൽ സംശയത്തിന്റെ നിഴലിലായ ഗുർദാസ്പൂർ SP സൽവീന്ദർ സിംഗിനെ ഇന്ന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്ന് സൂചന. സിംഗിന്റെ കാറിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകളുമായി NIA വിശദാന്വേഷണത്തിന്. വ്യോമസേനാ താവളത്തിനകത്തേക്ക് വൻ ആയുധ സന്നാഹങ്ങളുമായി കടക്കാൻ ഭീകരർക്ക് സഹായം ലഭ്യമായ വഴി തേടി ദേശീയ അന്വേഷണ ഏജൻസി. കസ്റ്റഡിയിലുള്ള ഇലക്ട്രിക്കൽ ജീവനക്കാരിൽ നിന്ന് കൂടുതൽ വിവരം തേടി ചോദ്യം ചെയ്യൽ. പത്താൻകോട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾക്കു മാത്രമായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചന. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഹോംലാൻഡ് സെക്യൂരിറ്റി സംവിധാനം മാതൃകയാക്കാനും നീക്കം. പുതിയ പരീക്ഷണം. പത്താൻകോട്ട് സംഭവത്തിൽ ഇന്റലിജൻസ് ഏജൻസികളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഏകോപനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അടുത്ത മന്ത്രിസഭാ അഴിച്ചുപണി വേളയിൽ പുതിയ വകുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചന. കലഹത്തിന് പുതുവഴി. സുധീറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് പുതിയ കലഹത്തിന് വഴിതെളിക്കാൻ മുല്ലപ്പള്ളി. KPCC പ്രസിഡന്റിന്റെ ജനരക്ഷാ യാത്ര പാർട്ടിയിൽ മൂന്നാം ഗ്രൂപ്പ് ശക്തമാക്കാനെന്ന ആക്ഷേപം. മുല്ലപ്പള്ളിയുടെ വിമർശനം വടകരയിൽ സുധീറിന് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാഞ്ഞതിന് KPCC വിശദീകരണം ചോദിക്കാനിരിക്കെ മറ്റു തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ല സ്വീകരണത്തിൽ നിന്ന് വിട്ടുനിന്നത് മനഃപൂർവ്വമെന്ന് മുല്ലപ്പള്ളി. സംഘടനാ നേതൃത്വത്തിലും ജനരക്ഷാ യാത്രയിലും സുധീരൻ ഉൾപ്പെടുത്തിയത് നിലവാരമില്ലാത്തവരെയെന്ന് പാർട്ടി MPയുടെ പരിഹാസം. മുല്ലപ്പള്ളിയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാതെ VM സുധീരൻ. ചുവടുറപ്പിക്കാൻ അടവ് തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നും നാളെയും. പിണറായിയുടെ നേതൃത്വത്തിൽ 15-ന് ആരംഭിക്കുന്ന കേരള യാത്രയുടെ ഒരുക്കങ്ങളും ചർച്ചയാകും. വ്യവസായ വികസനം സംബന്ധിച്ച് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വിശദ ചർച്ച. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ വേണമെന്ന് ജില്ലാ കമ്മിറ്റികൾ. ചോരയിൽ മുങ്ങിയ പോരാട്ടം. സിറിയയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. അൽ-നുസ്ര തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബ് പ്രവിശ്യയിൽ കോടതികളും ജയിലും ലക്ഷ്യമാക്കി റഷ്യൻ ആക്രമണം ഉണ്ടായത് ശനിയാഴ്ച. ജനം പട്ടിണി കിടക്കുമ്പോൾ യുദ്ധത്തിന് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾ അസ്വീകാര്യമെന്ന് സിറിയയിലെ വിമത സംഘടനകൾ. തങ്ങൾക്ക് ആവശ്യമായ മിസൈലുകൾ ലഭിച്ചാൽ സർക്കാരിനെ നിലയ്ക്കു നിർത്താൻ അറിയാമെന്നും ഭീഷണി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.